നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ലഹരി വേട്ട തന്നെയാണ്. ലഹരിക്ക് അടിമപ്പെടുന്ന യുവജനങ്ങൾ, കുട്ടികൾ, മുതിർന്നവർ എന്നിങ്ങനെ വേണ്ട നിരന്തരം ലഹരി മാഫിയ പിടിമുറുക്കിയ കുടുംബങ്ങളെയും സമൂഹത്തെയുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖല എടുത്താലും ലഹരി വ്യാപനം അതിൻ്റെ നാശത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും അധികം നാം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഈ സിനിമയ്ക്ക് പിന്നിൽ എന്താണ് നടക്കുന്നത്? ഒരുപക്ഷെ ലഹരി എന്ന് കേൾക്കുമ്പോൾ തന്നെ സിനിമ ലഹരിയായിരിക്കുന്ന ഒരു സമൂഹത്ത് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് എന്താണ്? സിനിമ തന്നെ ഒരു ലഹരിയായി മാറിയിരിക്കുന്നു. ആ ലഹരി എന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ യുവ നടൻ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക്. എന്തായിരുന്നു കാരണം? അതിനകത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒരു നടിയോട് ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹം ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ തമാശയ്ക്കാണ് ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതെന്നാണ്. പക്ഷേ അത്ര പേടിയുള്ള ഒരാൾ എന്തിനാണ് ഇങ്ങനെ തമാശയ്ക്ക് ചോദിച്ചെങ്കിൽ, തനിക്ക് പേടിയില്ലെങ്കിൽ എന്തിനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്? സിനിമാ മേഖലയിലെ പല ആളുകളുടെ ഇടയിലും ഇങ്ങനെ ലഹരി കച്ചവടം നമുക്കറിയാം. പണ്ട് ഷൈൻ ടോം ചാക്കോ, അദ്ദേഹത്തെ പിന്നീട് വെറുതെ വിടുകയുണ്ടായി. അതിൻ്റെയൊക്കെ പിന്നിൽ നടന്ന പല കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ വലിയ വെളിപ്പെടുത്തലുകളെ വരുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെയൊക്കെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ സിനിമക്കാർക്കിടയിൽ ഒരു പൊതുവിൽ തന്നെ ചർച്ചയുണ്ട്. പല സിനിമാ സംവിധായകരും പുതുമുഖ നടന്മാരെ പറ്റി പലരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതും ഒഴിവാക്കിയതും ഒക്കെ ഈ ലഹരിക്കാരുടെ ശല്യം കാരണം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്കിവിടെ ചർച്ചാ വിഷയമല്ല. പക്ഷേ എങ്കിൽ പോലും സിനിമക്കാർക്കിടയിൽ ഈ ലഹരി വ്യാപനം, അതിൻ്റെ ഉപയോഗം കൂടുതലായി നടക്കുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ അതിനെല്ലാം ഒരു അപവാദമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടി വിൻസി അലോഷ്യസ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം പറയാണ്. ചിലപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സിനിമയൊന്നും കിട്ടിയില്ല എന്ന് വരുമായിരിക്കും. എങ്കിലും ഞാൻ പറയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ, എനിക്ക് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല എന്ന് താൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കുന്നേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഒരു സിനിമാ നടിക്ക് ഇത്രമാത്രം ഗഡ്സോ എന്ന് ഒരുപക്ഷെ സമൂഹം ചിന്തിച്ചേക്കാം. ഒരുപക്ഷെ വിൻസി അലോഷ്യസിൻ്റെ പഴയ നിലപാടുകളും ഒരുപക്ഷെ അവർ തുറന്നു പറയുന്നുണ്ട്, തനിക്ക് ഒരുപക്ഷെ ഇത്തരമുള്ള അവസരങ്ങൾ ഇനി നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഒരു നായിക കൂടിയാണ് വിൻസിയെ ഇനി നായികയായിട്ട് തന്നെ പരിഗണിക്കുമോ എന്ന് ഒരുപക്ഷെ ഇങ്ങനെ തുറന്നു പറച്ചിൽ. സിനിമയിലെ പല സഹനടന്മാർക്കും ഒപ്പം അഭിനയിക്കേണ്ടി വരുമ്പോൾ ഇവർ ലഹരിക്ക് അടിമപ്പെട്ടവരാണോ എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നത് എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ ഈ സിനിമാ നടന്മാരെ പറ്റി കൃത്യമായി, സിനിമാ അഭിനേതാക്കളെ പറ്റി കൃത്യമായി അവർക്ക് നല്ല ധാരണയുണ്ട് വിൻസിക്ക്. അതുകൊണ്ട് തന്നെയാണ് വിൻസി പറഞ്ഞ ചില ആളുകളുടെ കൂട്ടത്തിൽ ഇനി അഭിനയിക്കേണ്ടി വരികയില്ല. അതിന് ആ ഒരു അർത്ഥവും കൂടി നമുക്ക് വ്യാഖ്യാനിക്കാം. അവർക്ക് സിനിമാ നടിയാണ്, അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി സിനിമയിൽ നിൽക്കുകയാണ്. ഇത്തരം ഒരു തൻ്റെടമുള്ളൊരു തീരുമാനമെടുക്കാൻ വിൻസി കാണിച്ച ആ നിലപാടിനെ നമുക്ക് അംഗീകരിക്കാതെ തരമില്ല. വിൻസിയെ പോലെ എത്ര ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ തുറന്നു പറയും? വിൻസി എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു. ഒരുപക്ഷെ കത്തോലിക്ക സഭയുമായി എല്ലാ കാലത്തും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് വിൻസി. ഈ KCYM-ന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ KCYM-ന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് യുവജനങ്ങൾക്ക് മുന്നിലാണ് തൻ്റെ ഒരു വലിയ നിലപാട് അവർ തുറന്നു പറഞ്ഞത്. ഒരുപക്ഷെ വിൻസിക്ക് ഈ യുവാക്കൾക്കിടെ എന്ന പോലെ സിനിമയിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൂടിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം വിൻസി നടത്തുന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ യുവാക്കൾ കൂടുതലുള്ള സമൂഹത്തിൽ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് താൻ ഇങ്ങനെ പറയാൻ, തനിക്കിങ്ങനെ തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്നു, ഇതുവഴിയുള്ള അവസരം പൊയ്ക്കോട്ടെ. ഒരുപക്ഷെ എന്നാലും ഇതാണൊരു നിലപാട്. ഇത്തരം ഒരു നിലപാടിലേക്ക് പോകാൻ ഒരുപക്ഷെ ഒരു സാധാരണ സിനിമാ താരങ്ങൾക്ക് കഴിയുമോ? അത്രയധികം ഗഡ്സ് വിൻസിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ വിൻസിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ഇനി ഒരു സംശയവുമില്ല, വിൻസി ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വിൻസിയൊക്കെ ഇപ്പോൾ തന്നെ ഈ സിനിമാ ഫീൽഡിൽ പലരും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വിൻസിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം വിൻസിയെ പോലൊരു നടി ഒരുപക്ഷെ തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് വളരെ വ്യത്യസ്തമാർന്ന വേഷങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർക്ക് ആ വേഷങ്ങളൊന്നും കിട്ടുന്നില്ല. അത് കിട്ടാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ ഇത്തരമുള്ള പല തുറന്നു പറച്ചിലുകളും അവർ നടത്തിയിട്ടുണ്ടാകും. എന്തായാലും ലഹരി വിഷയത്തിൽ വിൻസി എടുത്ത നിലപാടിനെ നമുക്ക് സ്വാഗതം ചെയ്യാതിരിക്കാൻ കഴിയില്ല. വിൻസിയുടെ ഈ തീരുമാനത്തിന് എല്ലാ പിന്തുണയും നമുക്ക് ഈ പൊതുസമൂഹം നൽകണം. വിൻസിക്ക് പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ വിൻസിയുടെ അവസരങ്ങളും ഇല്ലാതാകരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടി പങ്കുവെക്കുകയാണ് നാം. നമസ്കാരം.